ഞാൻ ഓർക്കുന്നു 1ാം ക്ലാസ്സിൽ, 2ാം ക്ലാസ്സിൽ, 3ാം ക്ലാസ്സിൽ, 4ാം ക്ലാസ്സിലൊക്കെ വീട്ടിൽ നിന്ന് നടന്ന ചില ചോദ്യപാത്രമൊക്കെ പിടിച്ച് ഇവിടെ വന്ന് പ്രൈമറി സ്കൂൾ ഫോണിലായിരുന്നു. അവിടുത്തെ ഹെഡ് മാസ്റ്ററെയും അവിടുത്തെ ഡയറി ചെയ്യുന്ന ഫോണും ഒക്കെ എൻ്റെ ഓർമ്മയിൽ ഇട്ടുമാണ്. ഇറങ്ങിപ്പോകുമ്പോൾ ചിലപ്പോൾ ഈ 1 പൈസയൊക്കെ 4 മിഠായിയൊക്കെ മേടിച്ച് കഴിച്ച് ഒറ്റയ്ക്കും കൂട്ടുകാരും ഒക്കെയാണ് തിരിച്ചു പോകുന്ന ഓർമ്മ. ഇപ്പോഴും കാറുകൾക്കെതിരെ സഞ്ചരിക്കുമ്പോൾ ആരെങ്കിലും ഈ പ്രദേശത്തിൻ്റെ പുറത്തുള്ളവർ ആരെങ്കിലും ഇരിക്കുമ്പോൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കും. ഞാൻ പഠിച്ച സ്കൂളാണ്, എൻ്റെ സ്കൂളാണ്, ഞാൻ പഠിച്ചത് എൻ്റെ സ്കൂളാണ്. സാറന്മാരെ സീനിയർ സാറന്മാരെ കാണുമ്പോൾ ഇപ്പോഴും എന്നെ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സിസ്റ്റേഴ്സ് ഇടയ്ക്ക് 2 മാസം കൂടുമ്പോൾ എന്നെ വിളിക്കും. എന്നെ വിളിക്കുന്ന ജോമോനെ എങ്ങനെയിരിക്കും, കുഴപ്പമില്ലെങ്കിലും എല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ വിജയവും ഉണ്ടായിട്ട്. പക്ഷെ ആ ഒരു സ്വരം കേൾക്കുമ്പോൾ, എൻ്റെ ടീച്ചർ എന്നെ വിളിക്കുമ്പോൾ എൻ്റെ ഒരു കണ്ണുകൾ നിറയും. എല്ലാവരുടെയും കാര്യത്തിൽ അത് തന്നെയാണ്. ഏതൊക്കെയാണ് ആ സ്കൂളിൽ നിന്ന് വളർന്ന് പന്തലിച്ച് ഇന്ന് പുതിയ കെട്ടിടങ്ങളായി ഇവിടെ ജില്ലാ തലത്തിലല്ല സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പേര് കേട്ട ഒരു സ്കൂളായി മാറുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് പിന്നിൽ വലിയൊരു അധ്വാനം മാനേജ്മെന്റിനുണ്ട്, സഭയ്ക്കുണ്ട്, ഇവിടെയുള്ള ടീച്ചേഴ്സ്, ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പലിനുണ്ട്. അതിനെല്ലാം ഉപരിയായി ഇവിടെ ഞാൻ ചോദിച്ചു, ഇടയ്ക്ക് സ്വാഗതത്തിൽ സാറ് പറഞ്ഞു ചെറിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇവിടെ നമ്മുടെ മാതാപിതാക്കൾ ഒറ്റക്കെട്ടായി സംരക്ഷിച്ച് മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉയർച്ചയും താഴ്ചയും എല്ലാം അത് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ നല്ല മാർക്ക് വാങ്ങി നല്ല വിദ്യാർത്ഥികൾ പുറയിലിരിക്കുന്നു കായിക രംഗത്ത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെ ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ നേർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ നേരത്തെ ലോക്സഭയിൽ ബന്ധപ്പെട്ട് MPS കൊടുത്തിട്ടുണ്ട്, MP ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 10 കമ്പ്യൂട്ടർ ഹൈസ്കൂളിലും 7 കമ്പ്യൂട്ടർ ഹയർ സെക്കൻഡറിയിലും സ്മാർട്ട് ക്ലാസ്സിന് 5 ലക്ഷം രൂപയായി നമുക്ക് കൊടുത്ത് നമ്മുടെ കുട്ടികളെല്ലാം മുന്നേറുന്നു എന്നതിൽ അതിയായ സന്തോഷം. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പലപ്പോഴും എൻ്റെ മനസ്സിലേക്ക് പല സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ അല്ലെങ്കിൽ പല ആളുകളും ഒരു പാർലമെന്റ് അംഗമെന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ സ്വകാര്യമായിട്ടൊക്കെ പറയാറുണ്ട്. മക്കളെപ്പറ്റി പറയുന്നത് എന്ത് ചെയ്യണമെന്ന് ചോദിക്കും, എവിടെയാണോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഒരു പരിശീലനം കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശം തരേണ്ട ഒരാളും അല്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ കൂടുതൽ ഈ ലോകവുമായി പരിചയമുള്ളവരാണ്. പക്ഷെ ഇത് പറയുമ്പോഴും നമ്മൾ കാലഘട്ടമായി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ ഒത്തിരി മാറിയിട്ടില്ല. നമ്മൾ മാറിയത് പിള്ളേർക്കുള്ള അച്ചടക്കവുമായി ബന്ധപ്പെട്ട വ്യത്യാസമുണ്ട്. അന്ന് ഇഷ്ടംപോലെ അടിയിൽ നമുക്ക് കിട്ടും, നമുക്കൊരു പരാതി ഉണ്ടാകും. ഇന്ന് ടീച്ചിങ് എന്ന് പറഞ്ഞ ടീച്ചറിന് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം. കാരണം കുട്ടികൾക്കെല്ലാം ChatGPTയിലും ഗൂഗിളിലും അതോടൊപ്പം തന്നെ നമുക്ക് മെറ്റായും എല്ലാ സാധനവും എന്ത് ചോദിച്ചാലും കിട്ടും. ഇന്ന് എവറസ്റ്റിന്റെ എത്ര മീറ്റർ വീതി അല്ല എത്ര മീറ്റർ ഉയരമുണ്ട് അല്ലെങ്കിൽ ആരാണ് ആദ്യമേ കരുത് ഏത് ലോകത്തുള്ള ഏത് ചോദ്യം ഒരു വൈദ്യുവേന ഉണ്ടായാൽ ഞാൻ എന്ത് മെഡിസിൻ കഴിക്കണം എന്ന് ഗൂഗിളിൽ ചോദിച്ചു. ടീച്ചറിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ അവരുടെ മെന്റാലിറ്റി മാറുന്നു. ഇന്ന് വേറെ വ്യത്യസ്തമായ ലോകത്ത് അവർ നിൽക്കുന്നു. ആ ലോകത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ കാണുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു 3 ലോകമാണ്. ഒന്ന് അവരുടെ ആദ്യത്തെ ലോകം പലതുമായിരിക്കും. ഒന്നാമത്തെ ലോകം സ്കൂള്, രണ്ടാമത്തെ ലോകം പേരൻസ്, മൂന്നാമത്തെ ലോകം ഓൺലൈനാണ്. ഇന്ന് ഓൺലൈനുമായി ബന്ധപ്പെട്ടാണ്. നമുക്കതൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല, ആ ലോകത്തിൽ നിന്ന് മാറാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും പ്രധാനമായും എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ ചുമ്മാന്ന് എന്നെ നോക്കൂടെ കിട്ടാൻ പറ്റുന്നില്ല. പക്ഷെ കൂടുതൽ അമ്മമാര് ഇവിടെയുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾക്കൊക്കെ ആൻസൈറ്റി ഉണ്ട്, പക്ഷെ അമ്മമാർ കൂടുതൽ മക്കളുമായിട്ട് കുറച്ചുകൂടി ഒരു ഫ്രണ്ട്ഷിപ്പ് നീങ്ങുന്നവരാകാം. ചെറുപ്പത്തിൽ
പ്രായപൂർത്തം, അതുകൊണ്ടാകാം. അല്ലെങ്കിൽ പുരുഷന്മാർ ചിലപ്പോൾ തിരക്കേറിയതുകൊണ്ടാകാം, എന്താകാം, പുരുഷന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഇതൊക്കെ വരുമ്പോഴും നമ്മുടെ ഒരു നമുക്ക് കുട്ടികളെ എത്രമാത്രം അവരെ ഡിപ്പെൻഡ് ചെയ്യാം, എത്രമാത്രം വഴക്ക് പറയാം, എത്രമാത്രം മൊബൈൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഓൺലൈനിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനൊന്ന് ചുരുക്കി ഒന്ന് ഓടിച്ച് പറയുന്നതിനുള്ള ഇതൊക്കെ ചിലപ്പോൾ 1-2 മണിക്കൂറുകൾ സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഈ പറയുന്ന മൊബൈൽ ഒരു ലോകമായി ഇന്ന് നമുക്കും ആക്കാം, പേരൻസിനും മാതാപിതാക്കൾക്കും ടീച്ചറും അതിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾക്കുമായി എന്നുള്ളതാണ്. രജിസ്റ്ററാണ് എനിക്ക് ആ മൊബൈൽ ഉണ്ടായിരുന്നു, ഞാനത് മേടിച്ചു. ഒന്ന് സപ്പോസ് ചെയ്യുക, ഞാൻ ഈ മൊബൈൽ രജിസ്റ്ററിന് പണം കൊടുത്ത് മേടിച്ചു, ഒരു ഐഫോണാണ്. അപ്പോൾ ഞാൻ പണം മുഴുവൻ കൊടുത്താൽ ഞാൻ ഇതിന്റെ ഉടമസ്ഥനാകുമോ? ഇതിന്റെ ഉടമസ്ഥനാകുമോ? നിങ്ങൾ ലോകത്ത് ഏത് കാർ മേടിച്ചാൽ നിങ്ങൾ ഉടമസ്ഥനാകും, അല്ലെ? പക്ഷെ ഒരു മൊബൈൽ മേടിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു ഉടമസ്ഥനാകില്ല. അവൾ ഒരു ആപ്പിൾ ഓണർ അല്ലെങ്കിൽ ഒരു സാംസങ് ഓണർ ഒരിക്കലും പറയില്ല ലോകരാഷ്ട്രത്തിൽ. നിങ്ങൾക്കും പറയാൻ പറ്റില്ല. ഒരു ആപ്പിൾ യൂസർ എന്ന് പറയും, ഒരു ഈ പറയുന്ന സാംസങ് യൂസർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങളല്ല ഓണർ. ഓണർ ഈ someone else behind the curtain. ആ ഓണർ എന്ന് പറയുന്നത് കമ്പനിയാണ്. കാരണം നമ്മളിത് മേടിക്കുമ്പോൾ അതിനകത്ത് ഏത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുവാനും അതിനകത്തോട്ട് ഇടുക്കി ചേർന്ന് അതിനെ പരിശോധിക്കുവാനും അവർക്കത് അധികാരമുണ്ട്. പക്ഷെ പരിശോധിക്കാൻ അധികാരമില്ലെങ്കിൽ അവർക്കുള്ള എല്ലാ ആക്സസും ഉണ്ട്. എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് സേഫ് ആണോ? അല്ല. ആർക്ക് ഈ കമ്പനികൾ മുഴുവൻ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സോഫ്റ്റ്വെയർ എപ്പോഴും പറയും അപ്ഡേറ്റ് യുവർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് എപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. ആ മെസ്സേജിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും, നിങ്ങളുടെ ഡേറ്റാസ് പോവും, ഇതൊക്കെ കാണും. പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറായിട്ട് നമ്മൾ കാണുന്നത്. ഇന്ന് മൊബൈൽ എടുത്ത് നോക്കിയാൽ കൂടുതലും എന്താണ് നമ്മൾ കാണുന്നതും കുട്ടികൾ കാണുന്നതും? ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം കാണും, അല്ലെങ്കിൽ ഈ പറയുന്ന റീൽസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത്. റീൽസ് നമുക്ക് ഒരു 30 സെക്കൻഡിൽ കൂടെ കാണുന്ന പല ആളുകളുടെ റീൽസ് ആണ്. ആ റീൽസ് നിങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ 30 സെക്കൻഡ് കാണും. ആ 30 സെക്കൻഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് അടുത്തലേക്ക് ഞാൻ കൊണ്ടുവിടും. ഞാൻ കണ്ടപ്പോൾ പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരും ഞങ്ങളൊക്കെ ഇങ്ങനെ സമയം ഉണ്ടെങ്കിൽ കൊണ്ടുവിടും. ഞാൻ കൊണ്ടുവിട്ടു അറിയില്ല. സമയം 1/2 മണിക്കൂർ, 1 മണിക്കൂർ, രാവിലെ കാണും, ഉച്ചയ്ക്ക് കാണും, വൈകിട്ട് കാണും, കിടക്കുന്നതിന് മുമ്പ് 2 മണിക്കൂർ കാണും. അപ്പോൾ ഒരു 4-5 മണിക്കൂർ കാണുമ്പോൾ 1 സെക്കൻഡിൽ അല്ലെങ്കിൽ ഈ പറയുന്ന 1 മിനിറ്റിൽ 2 റീല് മൊത്തം കണ്ടെന്നത് വരെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ചിലപ്പോൾ 5 സെക്കൻഡ് ആയിരിക്കും. അവിടെ ഒരു കുട്ടിയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി കണ്ടുകൊണ്ടിരിക്കണം ഒരു ക്രോണിക്കലി അവന് ഒരു ഭയങ്കരമായ ഒരു ഡിസ്റ്റർബൻസ് വരികയാണ്. ഒരിക്കലും ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല. അവന്റെ മൈൻഡ് മുഴുവൻ വാണ്ടറിങ് ആയിരിക്കും. അയ്യാ എന്ത് പറ്റും? നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമ്മുടെ ശാരീരികമായ എല്ലാം ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് യാതൊരു. അപ്പോൾ നമുക്കിത് എങ്ങനെ കൺട്രോൾ ചെയ്യാം? അത് മാത്രമാണ് എത്രമാത്രം ഡേഞ്ചർ ഉണ്ട്. ഇപ്പോൾ അമ്മമാരെടുത്ത് കുട്ടികളുടെ അടുത്തേക്ക് ഇതാ നീ എന്നാ നിന്നെ നോക്കിക്കോ, ഗൂഗിൾ എടുത്ത് നിനക്ക് അതൊന്ന് കാണാം, ശരി പരിശോധിക്കണം. അതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിരീക്ഷണം വേണം. എന്താണ് ചെയ്യുന്നത്? തീർച്ചയായും നിങ്ങളുടെ ഫോണാണ്. ഈ ഒരു അടുത്ത നാളിൽ കേരളത്തിൽ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഒരു ടൈലർ എന്ന് പറഞ്ഞാൽ ഒരു തയ്യൽക്കാരൻ്റെ സ്വന്തമായ തയ്യൽക്കടയിൽ അവിടെ വന്ന ഒരു ലേഡി വന്ന് ബ്ലൗസിന് അവിടെ അളവെടുത്തിട്ട് പോയി. ആ ബ്ലൗസ് തയ്ച്ച് ആ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ എന്ത് ചെയ്യുന്നു? ഈ ബ്ലൗസിട്ട് അണ്ടർസ്കേർട്ട് ഇട്ടിട്ട് മിററിന്റെ മുമ്പിൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ഓൾട്ടറേഷൻ ഉണ്ട്, ശരിയായി. ഇതെടുത്ത് ആ പറയുന്ന ആ തയ്യൽക്കാരിക്ക് കൊടുത്തുവിട്ട് കഴിഞ്ഞിട്ട് സംഭവിച്ചു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഫോട്ടോ മുഴുവൻ സർക്കുലേഷനിലേക്ക് പോയി. തയ്യൽക്കാരിക്ക് റീസെന്റാണ് പുറത്തേക്ക് വിട്ടതല്ല. എന്താ സംഭവിച്ചത്? അവിടുത്തെ മക്കൾ
ഈ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തു. ആ ഗെയിം ഡൗൺലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും പല ഗെയിമിങ്ങളുടെ പുറകിലും ആ പ്ലാറ്റ്ഫോമിന്റെ പിറകിൽ വേറെ സ്പൈസ്വെയർ ഉണ്ട്, പലതിലും ഉണ്ട്. ആ സ്പൈവെയർ ഈ ഡേറ്റ എടുത്തിട്ട് ഹാക്ക് ചെയ്തു. അപ്പൊ നമ്മൾ കാണും, ഇപ്പോൾ പിള്ളേരോട് ചോദിച്ചാൽ നമുക്കറിയാം PUBG ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗെയിം ബ്ലൂ വെയിലിന്റെ ഉണ്ട്. ഇതൊക്കെ എത്രയോ ഡേഞ്ചറസ്. നമ്മൾ ഒരു കാരണവശാലും ഒരു ഗെയിമോ ഒരു സംവിധാനമോ ഒരു ആപ്പോ ഒരു 10-15 മിനിറ്റിന് മുകളിൽ നമ്മൾ നോക്കാൻ പാടില്ല എന്നുള്ളതാണ്. പലതും ഡിസാസ്റ്ററിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയാണ്. നിങ്ങൾ പത്രത്തിൽ വായിച്ചതാണ്, അതിന്റെ ഒരു വിധി ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. തിരുവനന്തപുരത്ത് നന്ദക്കോട്ട് അവിടെ ഒരു കുട്ടി ജെയ്സൺ എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു ദിവസം രാത്രിയിൽ ഒരു 6-7 ചിട്ടികൾ കഴിച്ചു. അപ്പനെയും അമ്മയും കൊണ്ടുള്ളതൊക്കെ എടുത്തതാണെന്ന് കഴിച്ചു. മിടുക്കനായ ഒരു പയ്യനാണ്. ആ മിടുക്കനായ പയ്യൻ എന്തെന്ന് ചോദിച്ചാൽ അവൻ എന്നും ഗെയിംസിൽ കളിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ തന്നെ ഒരു ഗെയിം ഉണ്ടാക്കി, സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം സോൾ ഓഫ് സ്പൈക്ക് എന്ന് പറയുന്നത് ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ ചാരനായിട്ട് ആത്മാവിനെ കാണുക എന്നുള്ളതാണ്. എന്ത് ചെയ്തു? ആ ആത്മാവിനെ കാണുവാൻ ഇത് എത്ര മാത്രമാണ് ഈ കുട്ടികളും വിദ്യാർത്ഥികളും നമ്മൾ മാറുന്നത്. ഇത് ഇപ്പോൾ ഒരു കാര്യം ഓർത്തോളം, ഞാൻ ചുരുക്കട്ടല്ല, നമ്മുടെ കുട്ടികൾ പറയുകയാണ് ഒന്ന് എഴുതി, നിങ്ങൾ വലിയ സ്ട്രിക്റ്റാണ്, പണം കൊടുക്കില്ല, ഞാൻ കൊടുക്കാൻ പറയുന്നത് ഫ്രീഡം ഇല്ല, എന്നെ സഹായിക്കുന്നില്ല, അപ്പനെ എന്നെ കാണാനില്ല, എന്നോട് സംസാരിക്കില്ല. ആരെങ്കിലും ഒരു കുട്ടി വേറൊരു കുട്ടിക്ക് അങ്ങോട്ട് SMS ഇട്ടാൽ അവരെ ടാർഗറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കള്ളന്മാർ അവർക്ക് വേണ്ടത് മുഴുവൻ എന്തു വേണം. അത് ഇപ്പോൾ ക്രൈംസ് നടക്കുന്നത് വെർച്വലാണ്, നേരിട്ടല്ല. ഇപ്പോൾ OTP എടുക്കുന്നു, ബാങ്കിന്റെ ഇത് വരുന്നു, ഇതെല്ലാം വെർച്വലായിട്ടാണ് ഇട്ടുന്നത്. കുട്ടിയെ കാണേണ്ട കാര്യമില്ല, സംസാരിക്കേണ്ട കാര്യമില്ല, വെർച്വലായിട്ട് കാര്യങ്ങളെല്ലാം നടത്തുന്നു. ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങൾ അതിലേക്കൊക്കെ. അപ്പം ഇതിനകത്ത് നമുക്ക് എന്ത് വേണം എന്നുള്ളതാണ്. ഇത് പറഞ്ഞു പോയാൽ ഒത്തിരി ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം. ഇപ്പോൾ ഫിൻലൻഡ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരണം. ഡിഗ്രി ആയിരുന്നു, അതിൻ്റെ എല്ലാം സ്കാൻഡിനേവിയൻ കൺട്രീസിലാണ്. ആ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ അവരാണ് ഇതുമായി ബന്ധപ്പെട്ട ഫിൻലൻഡുമായിട്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട സിലബസ് അവിടെ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് കിൻഡർഗാർട്ടൻ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണ്. കാരണം അവർ വെറുതെ ടീച്ചറായപ്പോഴോ മാനസികമായി ഈ കുട്ടിയെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം 3 വയസ്സിൽ 5 വയസ്സിൽ പഠിക്കല്ല ഫോർമേഷൻ ഉണ്ടാകും. അവൻ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ എന്നുള്ളത് അത്ര ഗൗരവമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് 5, 6, 7, 8, 9, 10 ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എങ്ങനെ വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മളെല്ലാം മൊബൈൽ ഉപയോഗിക്കും, മാതാപിതാക്കൾ ഉപയോഗിക്കും. അത് വാട്ട് യു സീ ആണ് അവർ ചെയ്യുന്നത്, നമ്മളെന്താ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ കൂട്ടുകാരെന്താ ചെയ്യുന്നത്, അതാണ് അതിൻ്റെ. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മൊബൈലും കുട്ടികളുടെ മൊബൈൽ ഉപയോഗിക്കാം. നമ്മൾ ഈ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിനൊരു നിരീക്ഷണം ഉണ്ടാകും. ആ നിരീക്ഷണം എങ്ങനെ ഉണ്ടാകുന്നത്? നമ്മളിപ്പോൾ കൊടുത്തു, ഈ മൊബൈൽ അവരുടെ കൊടുത്തു. ആ മൊബൈൽ 15 വയസ്സിനുള്ള ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ why should you lock it? ഒരു ചൈൽഡ് ലോക്കറ്റ് അല്ല, ആ പറയുന്ന സാധാരണ എല്ലാ മൊബൈൽ സാധാരണ എടുത്തോണ്ട് എനിക്ക് നോക്കാൻ പറ്റില്ല, ലോക്കുകളാണ്. അപ്പോൾ ഒരു 18 വയസ്സിനുള്ള താഴെയുള്ള ഒരു വ്യക്തി, ഒരു സ്റ്റുഡൻറ്, ഒരു കാരണവശാലും മൊബൈൽ അത് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് ലോക്ക് ചെയ്യാൻ പാടില്ല. അത് ഈ പറയുന്ന മാതാപിതാക്കൾ കാണുന്നു. മാതാപിതാക്കൾ എങ്ങനെയാണ് കാണുന്നത് നിരീക്ഷിക്കാം. അതിനകത്ത് സെറ്റിംഗ്സ് പോയാൽ സ്ക്രീൻ ടൈമിംഗ് അടിച്ചു കഴിഞ്ഞാൽ മൊത്തം അടിച്ചിട്ട് വരും. ഏതാണ് അത്
നമ്മുടെ വാട്സപ്പാണോ, അതോ ഇൻസ്റ്റഗ്രാം ആണോ, അതോ ഗൂഗിൾ GPT ആണോ, അതോ മെറ്റയാണോ, ഇതെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ തീർച്ചയായും ആ സ്ഥലത്തേക്ക് പോകേണ്ടത്. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് ആദ്യമേ തുടക്കം പേരൻസിൽ തന്നെ വേണ്ടി വരും. കാരണം നമ്മുടെ യൂസ് ഓഫ് മൊബൈൽ കുറഞ്ഞു പോകണം, ആവശ്യമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു മൊബൈൽ കൊടുക്കുമ്പോൾ ഒരു വിൻഡോ തുറക്കുകയാണ്, ലോകത്തിൻ്റെ വിൻഡോ തുറക്കുകയാണ്. അതിന് ഗുഡുമുണ്ട്, പാടുണ്ട്, നല്ലതുകൊണ്ട് മോശമുണ്ട്. നല്ലത് ഏറ്റെടുപ്പിക്കുവാനായിട്ട് എങ്ങനെ കോൺഷ്യസായിട്ട് കൊണ്ടുപോകാമോ. അപ്പോൾ എന്താണ് ഈ ലോകത്ത് ഞാൻ പറഞ്ഞ പോലെ സ്കൂൾ ഉള്ള ടീച്ചേഴ്സ്, വീട്ടിലുള്ള മാതാപിതാക്കൾ, അതോടൊപ്പം തന്നെ ഓൺലൈനിൽ ലോകമാണ്. ഇതിൽ ഏറ്റവും പ്രധാന കുട്ടികൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അവരെ ഗൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളും ടീച്ചേഴ്സ് തന്നെയാണ്. മാതാപിതാക്കൾ അവരെ ഒരു കാരണവശാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു പോലീസിനെ നമ്മൾ നോക്കുന്ന പോലെ ആകാൻ പാടില്ല. അവർക്കൊരു വിശ്വാസം വേണം. ഐ ക്യാൻ ട്രസ്റ്റ് യു, എനിക്ക് എന്തും പറയാൻ കഴിയണം എന്നുള്ളത് അവർക്കൊരു മനസ്സിൽ തോന്നണം. എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് ഫ്രണ്ടായി അറിയിക്കാൻ മാത്രമേ കഴിയൂ. നമ്മുടെ ഉടമസ്ഥൻ ഞാനാണ്. ഏതിൻ്റെയാണ്? കുട്ടികൾക്ക് എനിക്ക് എല്ലാ അധികാരമുണ്ട്. ആ രീതി പോയാൽ പറ്റില്ല. അതിൽ നിന്ന് മാറണം. അതിനപ്പുറത്തേക്ക് ഇരിക്കുവാൻ ആ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മളോട് സംസാരിക്കുകയുള്ളൂ. അപ്പൊ 3 things ഉണ്ട്. ഒന്ന്, മാതാപിതാക്കൾ എപ്പോഴും ഒരു പുച്ചിരിയോടുകൂടി കുട്ടികളുമായി മുന്നോട്ട് ചെയ്യാറുള്ളത്. അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ സാന്നിധ്യം, ഒരു പ്രസൻസ് എപ്പോഴും അവരുമായിട്ടുണ്ടാകണം എന്നുള്ളതാണ്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കണം. പക്ഷെ ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഞാൻ ഓർക്കുന്നു, ഈ പറയുന്ന അവൈലബിലിറ്റി, ഒരു ഫ്രണ്ട് ആകുക എന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാ കാര്യത്തിലും അവൻ പറയുന്ന അവന് ചിലപ്പോൾ ഇമോഷണലായ വിഷയങ്ങളാണ്. ആ ഇമോഷണലായ വിഷയങ്ങൾ ചിലപ്പോൾ വല്ലവരും സ്നേഹമായിരിക്കാം. പക്ഷെ അത് കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ അവൻ ഇല്ലാതിരിക്കും. അവൻ സൈലൻസിലേക്ക് പോകും, പിന്നെ ഡിസോബീഡിയൻസിലേക്ക് പോകും, അവൻ അനുഭവിക്കും. ഉടനെ തന്നെ സ്ട്രേഞ്ചേഴ്സുമായി സംസാരിക്കാൻ തുടങ്ങും. ആരാണ് സ്ട്രേഞ്ചർ? ഈ മൊബൈലിലുള്ള സ്ട്രേഞ്ചറുമായി സംസാരിക്കാൻ തുടങ്ങും, ചാറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ യു ഹാവ് ടു ബി എ ഗുഡ് ഫ്രണ്ട്. അവരുമായിട്ട് കളിക്കണം, അവരുമായി ചിരി കളിക്കണം, ചീട്ട് കളിക്കണം. എത്ര ചെറിയ കാലം വലുതാണ് ഓർക്കുന്നതാണ്. എൻ്റെ പിതാവ് മനസ്സാറിന് എന്തിനാണ് മനസ്സാറാണ് എനിക്ക് കുറേ ഞാൻ പെരുമാണി എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ബഹുമാനം. അപ്പോൾ ഞാൻ ഓർക്കുന്നു, എൻ്റെ പിള്ളേർ അതോടൊപ്പം തന്നെ എൻ്റെ പെട്ടന്മാരുടെ പിള്ളേരൊക്കെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ വിളിക്കും പ്രൈമറാണ്. അവർക്കൊക്കെ എന്നും 6-7 വയസ്സുള്ള. ഞാൻ ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെ വേർപാടിന് ഒരു റീല് വൈറലായിട്ട് ആ കുട്ടികളുമായി വീട്ടിലാണെന്ന് ഫുട്ബോൾ കളിക്കും. ചെറിയ കൊച്ചു പിള്ളേരാണ്. അവര് കളിക്കും, അവർ തുറന്ന അപ്പാ ഇത് വേണം, അത് വേണം, ഇതിങ്ങനെ വേണം, ഈ അധ്യക്ഷം വേണം, ഇതൊക്കെ പറയും. അപ്പൊ എൻ്റെ പിള്ളേരെ ഞാൻ പറയുമ്പോൾ തീർച്ചയായും നമുക്കറിയാം. ഒന്ന്, എൻ്റെ 2 പെൺമക്കളാണ്. ഒരു കെട്ടിപ്പോയി. അപ്പോൾ ഇളയാണ്, മകനാണ്. അപ്പൊ ഈ പറയുന്ന എൻ്റെ മോള് MBA കഴിഞ്ഞു, ജോലി കിട്ടിയതാണ്. അവിടെ താമസിച്ച് ജോലി ചെയ്യാം. ഞാൻ പറഞ്ഞു എങ്ങനെ ചെയ്തു, പെയിന്റ് അല്ല വീട്ടിൽ വന്നു. പക്ഷെ എങ്ങനെ വിടും? എല്ലാ ദിവസവും രാവിലെ 1.5 വർഷമായി എല്ലാം കഴിഞ്ഞ് പോയി. 1.5 വർഷമായി രാവിലെ 6:30 ഇവിടുന്ന് KSRTC കയറി അവിടെ ചെന്ന് അവിടെ കളമശ്ശേരി ചെന്ന് അവിടെ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയും. എന്താണ്, പലപ്പോഴും ഞാൻ ഇവിടെ പഠിച്ചത് 20 നാൾ കഴിഞ്ഞിട്ട് ഞാൻ മറ്റൊരു റെസിഡൻഷ്യൽ സ്കൂളിൽ ഏർക്കാട് പോയി പഠിച്ച് ട്രെയിനാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ അപ്പൻ മന്ത്രിയാണ്. അപ്പോൾ പലരും നമ്മുടെ വേറൊരു സ്റ്റാൻഡേർഡിൻ്റെ മുകളിൽ വെക്കും. ഞാൻ കയറി പോകുന്നതും സാധാരണ രീതിയിൽ റിസർവേഷൻ കിട്ടുന്നില്ല. അവിടെ രാത്രി 1 മണിക്ക് 2 മണിക്കാണ് സേലത്ത് ചെല്ലുന്നത്. എപ്പോഴും ഒരു 90% സമയവും ഞാൻ ചെല്ലാൻ പാടില്ല. അത് കഴിഞ്ഞ് MBA എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ജോലി വേണം. ഞാൻ പറയാൻ കഴിയില്ല, ഒരു ജോലി വേണം. ആ ജോലിയുടെ കാര്യം പറയുമ്പോൾ നീ തന്നെ നോക്കണം. അപ്പൊ ഞാൻ തന്നെ നോക്കി. ഒരു മൾട്ടിനാഷണൽ കമ്പനി കിട്ടി. ചെറിയൊരു പുരുഷൻ കപ്പലെന്നാലും ഇരിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ വന്നു. അവിടെ 1500 രൂപയ്ക്കാണ് ആദ്യത്തെ ട്രെയിനിങ് ആയിട്ട് എനിക്ക് 6 മാസത്തേക്ക് ഓരോ മാസം 1500 രൂപ.
ആദ്യമേ ഞാൻ വലിയ MBA ഒക്കെ പഠിച്ചിട്ട് ആദ്യമേ എന്നോട് എല്ലാം പറഞ്ഞ കമ്പനി മൾട്ടിനാഷണൽ ഇലക്ട്രോണിക് കൺസ്യൂമർ ഡ്യൂറബിൾസ് ആണ്, പ്രൊഫഷണൽ പ്രോഡക്ട്സ് ആണ്, EPA BH പോലുള്ള പ്രോഡക്ട്സ് ആണ്, ഹെൽത്ത് പ്രോഡക്ട്സ് ആണ്, ECG മെഷീൻസ് ഒക്കെ. അത് മാർക്കറ്റ് ചെയ്യാനാണ്. പക്ഷെ എന്നെ കൊണ്ടുള്ള ആ കമ്പനിയുടെ പ്രോഡക്റ്റുകളൊക്കെ എന്നെ അവിടെ നിന്ന് വിളിച്ചു വരുത്തിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ സ്കൂൾ ബാഗ് വിൽക്കുന്നത് കുറച്ച് സ്കൂൾ ബാഗ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഓരോ വീടുകളിൽ സ്കൂൾ ബാഗ് കിട്ടുക. ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ സ്കൂൾ ബാഗ് കിട്ടും, ഞാൻ എന്താ ചെയ്യുക, ഇതാണ് അറിയുന്നത്. നീ നോക്ക്, ആ കഷ്ടപ്പാടൊന്ന് നോക്ക്. അപ്പോൾ അത് ഞാൻ ഓരോ വീടിൻ്റെ മുന്നിൽ കൂടെ എത്ര മണിക്ക് പോകണം, 9:30 1 മണിക്ക് വരും. പോകുമ്പോൾ വീട് അടച്ചായിരിക്കും. അവിടെ കുട്ടികളുണ്ടോ എന്ന് നോക്കാനില്ല, ഗേറ്റ് കൂട്ടിയായിരിക്കും. അവിടെ പേരൻസ് ആണോ സെർവൻ്റ് ആണോ എന്നറിയില്ല. അവിടെ എങ്ങനെ വേണം ഇതിൻ്റെ അപ്രോച്ച് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അവിടെ ആണെങ്കിൽ നോക്കും, സൈക്കിളുണ്ടോ സ്കൂട്ടറുണ്ടോ എന്ന് നോക്കും. അത് തുറന്ന് വെല്ലടിക്കൂടെ ആരാ എങ്ങനെ വരുമെന്ന് അറിയില്ല. പക്ഷെ അതൊക്കെ തീർച്ചയായും ആ കഷ്ടപ്പാടും വിഷമങ്ങളും നമ്മളൊക്കെ പഠിച്ചു വരുമ്പോൾ തീർച്ചയായും ഏത് നേരത്തെയും കൂടെ കടന്നു പോകാൻ കഴിയും. അത് തന്നെ ഞാനിത് പറയാൻ കഴിയും. നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടെങ്കിൽ ആ കഷ്ടപ്പാട് അവരുമായിട്ട് ചർച്ച ചെയ്യണം. ആ ചർച്ച ചെയ്യുന്നത് കുഴപ്പമില്ല. നമുക്ക് കിട്ടുന്നതെല്ലാം കഷ്ടപ്പെട്ട് ലോണെടുത്ത് സിറ്റുവേഷൻ നീ പഠിക്കണം. ആ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപക്ഷെ ഞാൻ പൊതുപ്രവർത്തനം നിൽക്കുമ്പോൾ എനിക്കെതിരെ എത്രയോ മാത്രം വ്യക്തിഗത വരുന്നുണ്ട്. എൻ്റെ കുടുംബത്തിനെതിരെ വരും, എൻ്റെ മക്കൾക്കെതിരെ വരും. മക്കളെ കൊണ്ടുവന്ന് കാണിക്കും, ഞാൻ ഇത് കാണാൻ പോകുന്നുള്ളത് പ്രശ്നം. ഇതവിടെ എന്നെ ക്ലോസ്. അപ്പോൾ അവിടെ ഇതെല്ലാം നോക്കി നമ്മളെ ടെൻഷൻ അടുപ്പിച്ച് നമ്മൾ വീണ്ടും നോക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു പ്രതിസന്ധി. ഇപ്പോഴും നമുക്കറിയാം, ചില കുട്ടികൾ ട്രാപ്പിലെത്തിക്കഴിയുമ്പോൾ അവിടെ ആ ട്രാപ്പിലെത്തിക്കഴിയുമ്പോൾ അവർക്ക് ആരോട് പറയണം എന്ന് സാധിക്കാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ ഏറ്റവും ആദ്യമേ അത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന വീട്ടിലെ അമ്മയും സ്കൂളിലെ ടീച്ചറുമാണ്. അവനെ ഒരു തരത്തിലും പരാതി പറഞ്ഞ് ശരിയാക്കാൻ കഴിയില്ല. പക്ഷെ അവനെ അടുത്ത് വിളിച്ച് ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ, ഞാൻ നിന്റെ കൂടെയുണ്ട്, അതിൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല, ഓളപസരം നിന്ന് ഈ മൊബൈൽ മേടിച്ചുകൊണ്ട് പോയി ഞാൻ കൂട്ടി വെക്കുക എന്ന് പറഞ്ഞത് നടക്കില്ല. അത് ഗ്രാജുവലായിട്ട് അതിനെ മാറ്റി കൊണ്ടുവരാനേ പറ്റും. അതുകൊണ്ട് വാക്കുകൾ ചുരുക്കിയാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ന് ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ട്. ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് പണ്ടൊക്കെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണ്, വരുമാനം എത്രയാണ് നോക്കിയിട്ടാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് കൊണ്ടുവരുന്നത്. പക്ഷെ ഇന്ന് ലോകരാഷ്ട്രങ്ങൾ നോക്കുന്ന സമ്പത്തല്ല, എത്രമാത്രം സന്തോഷത്തിന്റെ സൂചികയുണ്ടെന്നുള്ളതാണ്. ആ സന്തോഷത്തിന്റെ സൂചിക എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ലോകരാഷ്ട്രങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും പിന്നിൽ 119ാമതാണ് ഇന്ത്യ വരുന്നത്. ഏറ്റവും മുമ്പിലാക്കിയിട്ട് ഭൂട്ടാൻ വരെ നമ്മുടെ മുമ്പിലല്ല. ആദ്യത്തെ 25 ഭൂട്ടാൻ വരെയുണ്ട്. അവർ വലിയ സമ്പത്തുള്ള രാജ്യമൊന്നുമല്ല. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കുറഞ്ഞത് കേരളത്തിൽ. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഒരു സൈക്കോളജിക്കലായിട്ട് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഞാൻ കാണുന്ന ഒരു വിഷയം നമ്മളെപ്പോഴും കമ്പാരിസൺ നടത്തുകയാണ്. കാരണം എനിക്കൊരു കാറുണ്ട്, അപ്പുറത്തെ വീട്ടിൽ അതിനേക്കാൾ വലിയൊരു കാർ മേടിച്ചു. കമ്പാരിസൺ. എനിക്കൊരു കുട്ടി, അപ്പുറത്തെ കുട്ടി A+ എൻ്റെ കുട്ടി മേടിച്ചില്ല. നല്ല ഡ്രസ്സുകളും മേടിച്ചില്ല. നല്ലൊരു വീടുണ്ട്, എനിക്ക് വീട് കുറവാണ്, വാടക. ആ കമ്പാരിസണിൽ കൂടെ ജലസി വരികയാണ്, അസൂയ വരികയാണ്, നമ്മളെ ടെൻഷൻ പിടിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഹാപ്പിനെസ് പറയുന്നത്. ആ ഹാപ്പിനെസ് രൂപപ്പെടുത്തേണ്ടത് വീടുകളിലാണ്. വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട് തന്നെ പോകണം. ആ ഹാപ്പിനെസ് കുറയുന്നതുകൊണ്ടാണ് വ്യക്തിഗത ഓരോരുത്തർക്കുമെതിരെ വരുന്നത്, എനിക്കെതിരെ വരുന്നതും നിങ്ങൾക്കെതിരെ വരുന്നതും നിങ്ങളുടെ കുട്ടികൾക്കെതിരെ വരുന്നതും. അതുകൊണ്ട് നമ്മളിത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഉള്ള സമയം ക്വാളിറ്റി ആയിട്ട് കുട്ടികളുമായിട്ട് നമുക്ക് മുഴുവൻ അപ്പനും അമ്മയും ജോലിയുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ 15 മിനിറ്റ് ഉണ്ടെങ്കിൽ ആ 15 മിനിറ്റ് ഇതിന് സംസാരിക്കാൻ, തുറന്ന് സംസാരിക്കുവാൻ, അതാണ് അതിൻ്റെ ഒറ്റ റെമഡി എന്ന് പറയുന്നത്. തുറന്ന് സംസാരിക്കുവാൻ നമുക്ക് കഴിയണം. അത് മാത്രമല്ല, കമ്പൽഷൻ അല്ല. നീ സയൻസ് ഗ്രൂപ്പാണ്, നീ എഞ്ചിനീയറിംഗിൽ പോയേ പറ്റൂ, നീ മെഡിസിൻ പോയേ പറ്റൂ, എല്ലാം നല്ലതാണ്.
പക്ഷെ ഒരു കാര്യം ഓർത്തു, വലിയ ഗൈഡ് ചെയ്യാം, പക്ഷെ വലിയ സമ്മർദ്ദം വന്ന് അവൻ പാസ്സായാൽ പോലും ഏറ്റവും അവസാനം അവന് ആ വിദ്യാർത്ഥിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ, ഒരു സന്തോഷമില്ലെങ്കിൽ, അല്ലെങ്കിൽ വിജയിച്ചില്ലെങ്കിൽ നിങ്ങളെ കഴിയും. അപ്പോഴും അമ്മ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ എനിക്കിത് വേണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സ്കൂളിൽ പഠിക്കുന്ന ടീച്ചേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് മനസ്സിലാക്കുക, അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കുക. അത് കഴിയുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രം എത്ര ദീപാല പ്രവർത്തനമായിരിക്കാം, പോലീസുകാരനായിരിക്കാം, അധ്യാപകരായിരിക്കാം, സിവിൽ സർവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിരിക്കാം, പക്ഷെ എങ്കിൽ മാത്രമേ ഉള്ളൂ അവനൊരു പാഷൻ ഉണ്ടാകും. ആ പാഷനും നമ്മുടെ ഡിറ്റർമിനേഷനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയത്തിൽ എത്തുവാൻ കഴിയും. അതിനുള്ള പ്രശ്നം നമ്മൾ ഒരിക്കലും പിള്ളേരുമായിട്ട് കമ്പാരിസൺ നടത്തരുത്. റോങ് മൂവാണ്. അവൻ എപ്പോഴും പിന്നെ ഒരിക്കലും നിങ്ങളുമായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തുടരട്ടെ, നമുക്ക് നോക്കാം. ഞാനും കൂടെയുണ്ട്. ആ കൂടെയുണ്ട് ട്രസ്റ്റ്, ഫ്രണ്ട്ഷിപ്പ്, അത് വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചുള്ള പ്രസൻസ് ആണ്, ക്വാളിറ്റി ടൈമാണ്, ഒരു ട്രസ്റ്റാണ്, ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഇതൊക്കെയാണ് തീർച്ചയായിട്ടും നമുക്ക് നോക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അധികം പ്രസംഗത്തിൽ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സന്തോഷപൂർവ്വം വരാനും ദൈവത്തിലേക്ക് കാണുവാനും സന്തോഷമായി